ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് നേരെ പോയിട്ട് ഓട്സ് എടുത്ത് മിക്സിയിലേക്ക് അങ്ങ് ഇട്ട് കേട്ടോ. പിന്നെ നമ്മുടെ ക്യൂക്കമ്പർ ഷേപ്പിലുള്ള അവക്കാഡോ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം പറമ്പിലെ വെട്ടുകൊണ്ട പഴം എടുത്തിട്ടുണ്ട്. അതെല്ലാം അരിയാണ്ട് തന്നെ ഇടാണ് കേട്ടോ. മിക്സിയിൽ അതെല്ലാം അരിഞ്ഞ് വന്നോളും. പിന്നെ അതായത് അവക്കാഡോ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലഷ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നീളമുള്ള അവക്കാഡോ എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യമാണ് കേട്ടോ, ശരിക്കും ഫ്ലഷ് ഉണ്ട്. ഈ ഒരു അവക്കാഡോൻ്റെ 1/4 മാത്രമേ ഈ ഒരു ഡ്രിങ്ക്സിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. അവക്കാഡോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കുറച്ച് എമൗണ്ട് ഇട്ടാലും വേറെ ഏതെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് കൂടുതൽ ഇട്ടാലും അവക്കാഡോൻ്റെ ആ ഒരു കളറായിരിക്കും എപ്പോഴും, ആ ഒരു കളറും ആ ഒരു ടേസ്റ്റും ആയിരിക്കും എപ്പോഴും മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ ഞാൻ അതിനോടൊപ്പം കുറച്ച് കാഷ്യൂ നട്ട്സും ഡേറ്റ്സും ബദാമും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചാണ് കേട്ടോ അടിച്ചിരിക്കുന്നത്. പാലൊഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ കുറച്ച് മധുരമൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ അത് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചിടുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ കുറച്ചുകൂടെ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഷിയാ സീഡ്സും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം.